ഈ സിനിമ കൺവെൻഷനും ജിത്തു സാറിനൊക്കെ നേരിട്ട് കണ്ടിരുന്നപ്പോൾ എന്താണ് പറയുന്നത്? സാറ് ഞാൻ തലേന്ന് വിളിച്ചു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. സാറപ്പം എനിക്ക് ഒന്ന് UAE പോകാൻ നിൽക്കായിരുന്നു. അവിടെ പ്രിവ്യൂ ഖത്തറിൽ പോകാൻ നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ സാറിനെ തലേന്ന് ഇങ്ങനെ വിളിച്ചു. സാർ ഇതാണ്, സാറിന് മനസ്സിലായി പേടിയാണെന്നുള്ളത്. സാറ് പറഞ്ഞു ധൈര്യമായിട്ടിരുന്നു, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ അന്ന് തിയേറ്ററിൽ വരുമ്പോഴാണോ സിനിമ കാണുന്നത്? ഞാൻ ഡബിങ്ങില് കണ്ടു, പക്ഷെ ഒന്നുമില്ലല്ലോ സിനിമ കാണുന്നത്. ഞാൻ പിന്നെ അന്നാണ് കാണുന്നത്. പക്ഷെ അതിന് മുമ്പ് ഇവർ കണ്ടിട്ട് പറഞ്ഞിരുന്നു. ഒരു പ്രിവ്യൂ സ്ക്രീനിങ് ലാൽ സാറിന്റെ വീട്ടിൽ എവിടെയോ നടത്തിയിരുന്നു. അപ്പൊ അന്ന് ഇവര് പറഞ്ഞു, കണ്ട് ഇങ്ങനെ പെർഫോമൻസിനെ കുറിച്ച് എടുത്ത് പറഞ്ഞു. സെൻസറിന്റെ സമയത്ത് ആരൊക്കെയോ പറഞ്ഞു നല്ല പെർഫോമൻസ് ആണ്, ശാന്തി ചേച്ചി എടുത്ത് പറഞ്ഞു പ്രത്യേകിച്ച്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ പക്ഷെ എന്നാലും നമുക്കൊരു ടെൻഷനാണ്. കാരണം എങ്ങനെയാണ് ഒരു എക്സൈറ്റ്മെന്റ് ആണ്, ടെൻഷൻ ഒരു എക്സൈറ്റ്മെന്റ് ആണല്ലോ. ഇതിപ്പോ നമ്മൾ ചെയ്ത സംഭവം എങ്ങനെയാണത് എത്തിപ്പെടാൻ പോകുന്ന ആൾക്കാർ എങ്ങനെയാണ് അത് റിസീവ് ചെയ്യുന്നത്, മലയാളികൾ ഇരുവീട്ട് സ്വീകരിച്ചു. അത് വലിയൊരു ഒരു അഭിനയം എന്നത് ഇനി തുടർന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊപ്പം നമുക്ക് തൊഴിലുമുണ്ട്, അഡ്വക്കേറ്റ് എന്ന ഒരു തൊഴിലുമുണ്ട്. ഒരു അഭിനയം കൊണ്ടു നടക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ? ഒന്നിനു പുറകെ ഒന്നൊന്നായി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിലേക്ക്. അതൊക്കെ എങ്ങനെയാണെന്ന് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു നമുക്കൊരു തൻ്റെടം, അല്ലെങ്കിൽ നമുക്കൊരു കഴിവ്, അല്ലെങ്കിൽ നമുക്ക് ഇവരോട് എന്തൊക്കെയാണ് ചോദിക്കണം എന്നുള്ളൊരു റെസ്പെക്ട് കൊടുക്കണം. പല ആളുകൾക്കും നമുക്ക് തേടി പോകേണ്ടി വരും ചിലപ്പോൾ സിനിമയ്ക്ക് വേണ്ടി. അതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളും? ഞാൻ എപ്പോഴും നമ്മൾ ഈ മമ്മൂട്ടി സാറിന്റെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ പോലെ ഈ സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല, നമുക്കാണ് സിനിമ ആവശ്യം. അത് ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏതൊരു സിനിമ മാത്രമല്ല, ഏതൊരു പ്രൊഫഷൻ്റെ ആയാലും അങ്ങനെയാണല്ലോ. ഇക്കയുടെ പ്രൊഫഷനിലായാലും ഇക്കഥ തൊഴിലിനോട് നമ്മൾ ആ ഡെഡിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെയല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഫയർ ബെറ്റർ ആക്കണം. അല്ലെങ്കിൽ ഇനിയും ഇതല്ല നമ്മൾ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് വേഷം, അടുത്ത വേഷം ആയിരിക്കണം ഇതിനേക്കാളും നല്ല വേഷം. അത്രയ്ക്കും വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇനിയും സിനിമയെ പറ്റി കൂടുതൽ പഠിക്കണം, അല്ലെങ്കിൽ പെർഫോമൻസസ്, അല്ലെങ്കിൽ പല എന്തൊക്കെയുണ്ട്, പുതിയ കഥാപാത്രങ്ങൾ എങ്ങനെ ചെയ്യണം, വേറെ രീതിയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്രിപ്പറേഷൻ വരുത്തണം എന്ന രീതിയിൽ ബെറ്റർ ആവണം. ആസ് എൻ ആക്ടർ ഇനിയും ബെറ്റർ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിനും ഒരു വാശിയും തന്നെയാണ്. വാശിയല്ലാതൊരു ആഗ്രഹത്തിൽ തന്നെയാണ്, അതൊരു ഡ്രീമാണല്ലോ. അപ്പൊ അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് വരുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഈ കോടതിയിൽ വെച്ച ലാലേട്ടുമായിട്ടുള്ള സീനുകളുള്ള കോടതിയിൽ വെച്ച് വിസ്തരിക്കുന്ന സമയത്താണല്ലോ ആദ്യത്തെ ഡയലോഗ് പറയുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു ലാലേട്ടിന് മുമ്പില്. പിന്നെ ഭയമല്ല, നമുക്കൊരു ആദരവാണ് നമ്മൾ. പക്ഷെ എന്താ പറയുക, നമ്മൾ ആ സ്പേസിൽ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കഥാപാത്രമായിട്ട് നമ്മള് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സാർ. അപ്പൊ നമുക്കത് അവിടെ വിജയമോഹനും മൈക്കിളും ആണ് അല്ലെ? സാറും അങ്ങനെയാണ് ചെയ്യുന്നത്. സാർ അവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ വിജയമോഹനെയാണ് കാണുന്നത്. നമുക്കത് ആ രീതിയിൽ തന്നെ അത് സ്പേസ് ചെയ്ത് വെച്ചെന്ന് ഞാൻ വിശ്വസിക്കും. അങ്ങനെ വന്നെന്ന് തോന്നുന്നില്ല. മൈക്കിളായിട്ട് അവിടെ ഇരിക്കുന്നു ഞാനായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. അത് ആ ഒരു ബിലീവബിലിറ്റി ഫാക്ടർ സാറിന്റെ അല്ലെങ്കിൽ ആ സെറ്റ് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്റെ ആർട്ട് ഡയറക്ടറായ ബോബൻ ചേട്ടനോട് സ്പെഷ്യൽ മെൻഷൻ പറഞ്ഞു. അങ്ങനെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം അത് ക്രിയേറ്റ് ചെയ്തത്. വേറെ സ്ഥലത്താണ് കോടതി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന് ആരായാലും ഒരു റിയൽ കോർട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ആണത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ശരി, നല്ല ചേഞ്ച് ആണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.